പ്രിയ കൂട്ടുകാരെ, സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു വീടും 5 ഏക്കറും എന്നുള്ള ഒരു സബ്ജക്റ്റാണല്ലോ സംസാരിച്ചത്. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വേറെ ഒരു തരം വീടുകളാണ്. ഓസ്ട്രേലിയയിലുടനീളം നമുക്ക് കാണാവുന്ന മനോഹരമായ ചെറിയ വീടുകൾ, വലിയ വീടിനോട് അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാക്കുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടിയ, അതായത് അടുക്കള, ബാത്റൂം, സിറ്റിംഗ് റൂം, കിടക്കമുറി എല്ലാമായിട്ടുള്ള ചെറിയ സൗകര്യമുള്ള ഒരു വീട് പലരും ഉണ്ടാക്കാറുണ്ട്. എല്ലാവരും ഇല്ല, ചിലരൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ പേരാണ് ഗ്രാനി ഫ്ലാറ്റ്. ഈ ഗ്രാൻഡ്മായ്ക്കും ഗ്രാൻഡ്പായ്ക്കും താമസിക്കാൻ സ്വാതന്ത്ര്യം അനുഭവിക്കുകയും ചെയ്യാം, കുട്ടികളുടെ സാമീപ്യം ലഭിക്കുകയും ചെയ്യും. ഈ രൂപത്തിൽ അവർക്ക് നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു സൗകര്യമായ വീട്, അവർക്ക് അവരുടേതായ കാർ ഷെഡുണ്ട്, അവരുടെ കാറുണ്ട്, അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ വെളിയിൽ പോകാൻ വരാം. അവരുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സമില്ലാതെ, എന്നാൽ കുട്ടികളുടെ സാമീപ്യവും കൊച്ചു കുഞ്ഞുങ്ങൾ കയറി ഇറങ്ങി പോകുന്നതിൻ്റെ സുഖവും എല്ലാം അവർക്ക് അനുഭവിക്കാം. അതാണ് ഗ്രാനി ഫ്ലാറ്റ് എന്ന് പറഞ്ഞത്. ഈ ഗ്രാനി ഫ്ലാറ്റ് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വീട്ടിൽ 2 കഞ്ഞി വെക്കുന്ന അപ്പനും അമ്മയും വേറെയാണോ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നത്, ഇതൊക്കെ വളരെ മോശമാണെന്ന് നമ്മൾ പറയും. പക്ഷേ ഇതിനകത്ത് ഒരുപാട് നല്ല സാമൂഹിക സൗകര്യങ്ങളുണ്ടെന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നു. പലപ്പോഴും ഈ പ്രായമുള്ള സ്ത്രീകൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിലിരിക്കും, മക്കളൊക്കെ ജോലിക്ക് പോകും, വേറെ ആരും ഉണ്ടാവില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കൊച്ചുമക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണമല്ലോ എന്നുള്ളൊരു ചുമതലഭാരവും ഇവർക്ക് കാണും. ആ ഭാരത്തിൽ നിന്നൊക്കെ ഒഴിയണ്ടേ? അതിനുള്ള പ്രായമായവരെ അതിൽ നിന്നൊക്കെ ഒഴിച്ചു വിടാനുള്ള ഒരു നല്ല പരിപാടിയാണ് ഗ്രാനി ഫ്ലാറ്റുകൾ. അവരെ കൊണ്ടുപോയി നേഴ്സിംഗ് ഹോമിൽ കൊണ്ടാക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. മക്കളുടെ സമീപത്തിൽ തന്നെ അവർക്ക് ജീവിക്കാം. പക്ഷേ ഇവിടെയും ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെ റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട്. ഈ വീടിന് ഇന്ന അളവുണ്ടായിരിക്കണം, ഇന്ന സൗകര്യങ്ങളുണ്ടായിരിക്കണം, ഈ വീടിൻ്റെ ആ ഭാഗം ഉടമസ്ഥന് വിൽക്കാൻ അനുവാദമില്ല. അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളുണ്ട്. നമ്മൾ വീട് വയ്ക്കുമ്പോൾ വലിയ വീടും ഗ്രാനി ഫ്ലാറ്റും കൂടെ ഒരുമിച്ച് വിൽക്കാൻ പാടുള്ളൂ. ഇതെല്ലാം ഗവൺമെൻറ് എല്ലാം മനുഷ്യർ നന്മയ്ക്ക് വേണ്ടിയുള്ള നിയമങ്ങളാണ് ഇവിടെ പാസ്സാക്കിയിരിക്കുന്നത്. അത് ആളുകളെല്ലാം നല്ലപോലെ ശ്രദ്ധിച്ച് അനുസരിക്കുകയും ചെയ്യും. അതിൻ്റേതായ സുഖമെല്ലാം ഇവിടെ അനുദിന ജീവിതത്തിൽ മനുഷ്യർ അനുഭവിക്കുന്നുമുണ്ട്.